ഹായ് ഗൈസ്, പവിത്രം സീരിയലിൻ്റെ പ്രൊമോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മതി നിൻ്റെ നാവാട്ടം, വിശ്വേട്ടനെ പ്രതിയും ശ്രീജേടത്തിയെ വാദിയുമാക്കി വാദിക്കാൻ ഇതെന്താ കോടതിയോ എന്ന് നന്ദിനിയുടെ ചോദ്യത്തിന് അതേ നന്ദിനി എടുത്തിയല്ലേ വിശ്വത്തിനെ പ്രതിയാക്കിയത്. ഇതെല്ലാം തുടങ്ങി വെച്ചത് നന്ദിനി എടുത്തിയാണ്. അച്ഛാ, വിശ്വേട്ടൻ ജോലിയൊന്നും ചെയ്യാതെ 3 നേരം ഊണ് കഴിക്കാൻ വന്നിരിക്കുന്നു. ഇവിടെ അച്ഛനല്ലാതെ വിനായകേട്ടനാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ നന്ദിനി എടുത്തിയല്ലേ ഇന്നലെ പറഞ്ഞത്. അമ്മയും കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും മിണ്ടാതെ നിൽക്കുന്നു. ഇതോടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനുശേഷം പ്രമോയിൽ കാണിക്കുന്നത് ഓട്ടോയിൽ വന്നിറങ്ങുന്ന വേദയെയാണ്. കാറിൽ നിൽക്കുന്ന വേദയുടെ അച്ഛനെയും കാണാം. വേദയുടെ മനസ്സിൽ വിക്രം മലച്ചുവട്ടി വരുമ്പോഴേക്കും ആ വീട്ടിൽ കുറേ അഴിച്ചുപണികൾ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായി വേദ വിക്രത്തോട് പറയുന്നുണ്ട്, വിക്രസ്വാമി എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നോളണം എന്ന്. അത് കേൾക്കുമ്പോൾ വിക്രം പുഞ്ചിരിക്കുന്നുണ്ട്. അതിന് ആദ്യം ചെയ്യേണ്ടത് വിക്രത്തിനുമേൽ ഓരോന്ന് ആരോപിച്ച് മറഞ്ഞിരുന്ന് രസിക്കുന്ന യഥാർത്ഥ പ്രതിയെ കൊണ്ടുവരിക എന്നതാണ്. നമ്മളെ കാണിക്കുന്നത് വിനായകൻ്റെ കള്ളത്തരങ്ങൾ ഓരോന്ന് വേദയും ദർശനും കണ്ടുപിടിക്കുന്നുണ്ട്. വിനായകന് കരണത്ത് അടിയും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടാമത് വേദ ചെയ്യുന്നത് ശ്രീജേടത്തിക്ക് വിശ്വം നല്ലൊരു ഭർത്താവായി കാണിക്കുക എന്നതാണ്. മൂന്നാമത് ശ്രീനിവാസൻ്റെ പിടിയിൽ നിന്നും വിക്രത്തെ മോചിപ്പിക്കുക എന്നതാണ്. അന്നേരം ശ്രീനിവാസന് ഒരു നോട്ടീസ് കിട്ടുന്നുണ്ട്. അത് വായിച്ചിട്ട് ശ്രീനിവാസൻ പറയുന്നത്, ഇത് വേദ അയച്ച നോട്ടീസാണല്ലോ എന്ന്. അപ്പോൾ വേദയുടെ വിജയിച്ച മുഖമാണ് നമ്മളെ കാണിക്കുന്നത്. ഇതോടുകൂടി പ്രമോ അവസാനിക്കുന്നു. ഈ പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക. ബൈ ബൈ.